പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം നവമസ്കന്ധം 22 22-ാമത്തെ അധ്യായം. ശ്രീശുകൗവാച മിത്രേയുശ്ച ദിവോദാസൽ ച്യവന തൽസുതോ നൃപ സുദാസ സഹദേവോധ സോമകോ ജന്തുജന്മകൃ തസ്യ പുത്രശതം തേഷാം യവീയൻ പൃഷത സുത ദ്രുപദോ ദ്രൗപദീ തസ്യ ദൃഷ്ടദ്യുമ്നാദയഃ സുതാ ദൃഷ്ടദ്യുമ്നാ ദൃഷ്ടകേതുർ ഭാർമ്യാ പഞ്ചാലകായിമേ യോജമീഡസുതോ ഹ്യന്യ ഋക്ഷ സംവരണസ്തഥാ. ഈ ദിവോദാസൻ ഭാർമ്യന്റെ പുത്രനായിട്ട് മുദ്ഗലിൽ നിന്നാണ് ദിവോദാസനും അഹല്യ ഉണ്ടായത് പറഞ്ഞു. ഈ ദിവോദാസന്റെ പുത്രൻ മിത്രേയു, ച്യവനൻ, സുദാസൻ, സഹദേവൻ, സോമകൻ, ഇവർ 4 പേരും മിത്രേയുവിൻ്റെ പുത്രന്മാരാണ്. അവരിൽ സോമകന്റെ പുത്രനാണ് ജന്തു. സോമകന് 100 പുത്രന്മാരുണ്ട്. അവരിൽ മൂത്തവനാണ് ജന്തു. ഏറ്റവും ഇളയവനാണ് പൃഷതൻ. ഈ പൃഷതന്റെ പുത്രനാണ് ദ്രുപദൻ. അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് ദ്രൗപദി, പാഞ്ചാലി. ദൃഷ്ടദ്യുമ്നാദികളും ദ്രുപദപുത്രന്മാരിൽ തന്നെയാണ്. ദൃഷ്ടദ്യുമ്നന്റെ പുത്രനാണ് ദൃഷ്ടകേതു. ബർമ്യാശ്വന്റെ വംശത്തിലെ ഈ ശാഖ പാഞ്ചാലന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അജമീണന് ഋക്ഷൻ എന്നൊരു പുത്രനും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് സംവരണൻ. തപത്യം സൂര്യകന്യായം കുരുക്ഷേത്രപതി കുരു പരീക്ഷൽ സുതനുർജന്നുർ നിഷദാശ്വ കുരോ സുതാ സുഹോത്രോപുൽ സുതനുഷ ച്യവനോധ തദകൃതി വസുസ്തസ്യോപരിചരോ ബൃഹദ്രഥമുഖാസ്തഥാ. ഈ സംവരണന് ആ ഭഗവാൻ ആദിത്യന്റെ പുത്രിയായിട്ടുള്ള തപതിയിൽ, ഇത് നവമസ്കന്ധത്തിലൊക്കെ ആദ്യത്തിലും അതുമാതിരി ഷഷ്ഠസ്കന്ധത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സംവരണന്റെ കഥ. കുരുക്ഷേത്ര സ്ഥാപകനായിട്ടുള്ള കുരു ഉണ്ടായി തപതിയിലെ സംവരണന്. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് പരീക്ഷിത്ത്, സുധനുസ്, ജന്നു, നിഷദാശ്വൻ എന്നിവർ. ഈ സുധനുസിന് സുഹോത്രൻ, അദ്ദേഹത്തിന് ച്യവനൻ, അദ്ദേഹത്തിന് കൃതിയുടെ പുത്രനായിട്ട് ഉപരിചരവസു, അദ്ദേഹത്തിന് ബൃഹദ്രഥൻ, ഇങ്ങനെയുള്ള പുത്രന്മാരും ഉണ്ടായി. ഈ കുരുക്ഷേത്രം നിർമ്മിച്ചത് കുരുവാണ് എന്ന് പറഞ്ഞില്ലേ. കുരുവിൻ്റെ കാലത്താണ് അത്. അതായത് പരശുരാമൻ രൂപീകരിച്ചുള്ള സമന്തപഞ്ചകം എന്നുള്ള തീർത്ഥം തന്നെയാണ് അതിൻ്റെ ആ ഭാഗത്തിനാണ് കുരുക്ഷേത്രം. ആ സമന്തപഞ്ചകത്തിൻ്റെ കരയിലാണ് കുരുക്ഷേത്രം. കുരുവിൻ്റെ കാലത്താണ് അത് കുരുക്ഷേത്രം എന്നുള്ള പേരിൽ അറിയാൻ തുടങ്ങിയത്. കുശാംബ മത്സ്യ പ്രത്യഗ്ര ചേരിവാദ്യാശ്ച ചേരിവാ ബൃഹദ്രഥാത് കുശാഗ്രോബുൽ ഋഷഭത്തസ്യ തൽസുത യജ്ഞേ സക്തിഹിതോപത്യം പുഷ്പവം തൽസുതോ ജഹു അന്യസ്യം ചാവിഭാര്യായം ശകലേ ദ്വേ ബൃഹദ്രഥാൽ. ആ ബൃഹദ്രഥനിൽ നിന്ന് കുശാഗ്രൻ ഉണ്ടായി. അദ്ദേഹത്തിന് ഋഷഭൻ എന്നൊരു പുത്രനുണ്ടായി. അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് സത്യഹിതൻ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് പുഷ്പവാന്റെ പുത്രനാണ് ജഹു. ഈ ചേതി രാജാക്കന്മാരായിട്ടുള്ള കുശാംബൻ, മത്സ്യൻ, പ്രത്യഗ്രൻ, ചേതിവൻ മുതലായിട്ടുള്ള എല്ലാവരും ബൃഹദ്രഥന്റെ പുത്രന്മാരാണ്. ബൃഹദ്രഥനിൽ നിന്ന് അന്യസ്യാം ഭാര്യായാം, വേറൊരു പത്നിയിൽ, ദ്വേ ശകലേ അഭിജ, 2 ശിശു കുട്ടി, അതായത് ഒരു കുട്ടിയുടെ 2 പകുതികളും ഉണ്ടായി എന്ന് പറയാം ബൃഹദ്രഥന്റെ വേറൊരു ഭാര്യയില്. തേ മാത്രാ ബഹിരുത്സൃഷ്ടേ ജരയാചാഭിസന്ധിതേ ജീവജീവേതി ക്രീഡന്ത്യാ ജരാസന്ധോപവത്സുതാ. മാത്രാ ബഹി
ഉത്സൃഷ്ടേ തേ, അതായത് അമ്മയാൽ ഈ രണ്ട് കഷ്ണങ്ങളായിട്ട് ശരീരങ്ങൾ കിട്ടിയത്, ആ രണ്ട് ശരീരാർത്ഥങ്ങൾ ഇങ്ങനെയാണ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയുകയാണ്. ജീവൻ പ്രസവിച്ചപ്പോൾ രണ്ട് കഷ്ണങ്ങളെ കുട്ടികളല്ലേ കിട്ടിയത്, അതിനെ ആ ശരീരാർത്ഥങ്ങളെ വലിച്ചെറിഞ്ഞു. അതിനെ കളിക്കാൻ ആഗ്രഹിച്ചുള്ള ജര എന്ന് പറഞ്ഞുള്ള ഒരു പിശാച് വന്നിട്ട് ആ രണ്ടും കൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ അതൊരു ചെറിയ സുന്ദരനായിട്ടൊരു ഉണ്ണിയായി. ആ ഉണ്ണിക്ക് ജീവനും കൊടുത്തു ജര. എന്നിട്ടോ അങ്ങനെ ജരയാൽ അഭിസന്ധത കൂട്ടിച്ചേർക്കപ്പെട്ടതുകൊണ്ട് ആ പുത്രൻ ജരാസന്ധൻ എന്നുള്ള പേരുള്ളവനായി തീർന്നു എന്ന് പറയുകയാണ്. അതായത് ഇതിൻ്റെ കഥ എന്താ വെച്ചാൽ, ബൃഹദ്രഥന് കാശി രാജാവിൻ്റെ പുത്രിമാരായിട്ടുള്ള തൻ്റെ രണ്ട് പത്നിമാരിൽ അതായത് അദ്ദേഹത്തിന് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു പഴം കൊടുത്തു എന്നാണ്. ആ പഴത്തിനെ രണ്ടാക്കി മുറിച്ചിട്ട് രണ്ട് പത്നിമാർക്കും കൊടുത്തു. അപ്പം അതിൻ്റെ ഫലമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ശരീരത്തിൻ്റെ ഓരോ കഷ്ണങ്ങളാണ് ഈ രണ്ട് ഭാര്യമാരും പ്രസവിച്ചത്. അപ്പോഴാണ് അവർ കുട്ടികളെ ആ ശകലങ്ങളെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ആ ജര എന്നുള്ള രാക്ഷസി അതിനെ കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് ജരാസന്ധൻ ഉണ്ടായത്. ഇത് ഇനി ദശമസ്കന്ധത്തിൽ ഈ കഥ ഓർമ്മിപ്പിക്കും ഭഗവാൻ ഭീമസേനെ. അതായത് ഈ ജരാസന്ധനെ വധിക്കണം വെച്ചാൽ ഇത് മാത്രമേ മാർഗമുള്ളൂ, രണ്ടായിട്ട് കീറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയണമെന്ന്. ഇവിടെ പറഞ്ഞുള്ള ഈ മത്സ്യൻ എങ്ങനെ ഉപരിചര വസുവിൻ്റെ ബീജത്തിൽ നിന്ന് മത്സ്യത്തിൻ്റെ ഉദരത്തിലുണ്ടായുള്ള രണ്ട് കുട്ടികളാണ്. അതിൽ ആൺകുഞ്ഞാണ് ഈ മത്സ്യൻ, പെൺകുഞ്ഞാണ് സത്യവതി എന്നുള്ള വ്യാസമാതാവായിട്ടുള്ള ആ മുക്കുവ സ്ത്രീ. തതശ്ച സഹദേവോ ഭുൽ സോമാഭിർശ്രുതശ്രവ പരീക്ഷിൽ അനപത്യോ ഭുൽ സുരഥോ നാമ ജന്നവ തതോ വിദൂരതസ്തസ്മാൽ സാർവഭൗമസ്തതോ ഭവൽ ജയസേനസ്തനയോ രാധികോദോ യുധോ ഹ്യഭുൽ തതശ്ച ക്രോധനസ്തസ്മാൽ ദേവാതിഥിരമുഷ്യ ച ഋഷ്യസ്തസ്യ ദീപോ ഭുൽ പ്രദീപ തസ്യ ചാത്മജ ദേവാപി ശന്തനുസ്തസ്യ ബാഹ്ലീക ഇതി ചാത്മജ പിതൃരാജ്യം പരിത്യജ്യ ദേവാവിസ്തു വനം ഗതാ. ഈ ജരാസന്ധന്റെ പുത്രനായിരുന്നു സഹദേവൻ. അദ്ദേഹത്തിന് സോമാവി, അതുമാതിരി ശ്രുതസ്രവസ്, അങ്ങനെ രണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പുത്രന്മാരും ഉണ്ടായി. കുരുപുത്രനായിട്ടുള്ള പരീക്ഷത്തിന് കുട്ടികളൊന്നും ഉണ്ടായില്ല. പിന്നെയോ ജന്നുവിന് സുരഥൻ, അദ്ദേഹത്തിന് വിദൂരഥൻ. ആ പുത്രപൗത്ര പരമ്പരയിലെ സാർവഭൗമൻ, ജയസേനൻ, രാധികൻ, അയുധൻ, ക്രോധൻ, ദേവാതിഥി, ഋഷ്യൻ, ദിലീപൻ, പ്രദീപൻ എന്നീ പ്രകാരത്തിലായിരുന്നു പറയുകയാണ്. ഈ പ്രദീപന് ദേവാവി, ശന്തനു, ബാഹ്ലീകൻ ഇങ്ങനെ 3 പുത്രന്മാരുണ്ടായി. മൂത്ത ആളായിട്ടുള്ള ദേവാവി രാജ്യഭാരമൊന്നും സ്വീകരിക്കാണ്ട് വനവാസത്തിന് പോയി. അപവൽ ശന്തനു രാജ മഹാവിഷസംജ്ഞിത യം യം കരാഭ്യം സ്പൃശതി ജീർണം യൗവനമേതി സ ശാന്തിമാപ്നോതി ജൈവാഗ്ര്യം കർമ്മണാ തേന ശന്തനു സമാദ്വാദശതദ്രാജ്യേ നവവർഷ യഥാ വിഭു ശന്തനു ബ്രാഹ്മണൈർ ഉക്ത പരിവേത്തായമഗ്രഭുക് രാജ്യം ദേഹ്യഗ്രജായാസു പുരരാഷ്ട്രാഭിവൃദ്ധയേ. ഈ കഴിഞ്ഞ ജന്മത്തിലെ പൂർവ്വജന്മത്തിലെ മഹാഭിഷൻ എന്ന് പേരുണ്ടായിരുന്ന ഈ ശന്തനു മഹാഭിഷൻ എന്ന ശന്തനു എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ശന്തനു എന്ന് പറഞ്ഞത്? രാജാവായിട്ട്, അതായത് ജ്യേഷ്ഠനായിട്ടുള്ള ദേവാവി രാജ്യഭാരം ഉപേക്ഷിക്കേണ്ട പോയപ്പോഴാണ് ശന്തനു രാജ്യഭാരം സ്വീകരിച്ചത്. കരാഭ്യാം ജീർണം യം യം സ്പൃശതി. ഈ ശന്തനുവിന് ഒരു ഗുണം ഉണ്ടായിരുന്നു, ഒരു വരം കിട്ടിയിരുന്നു. അദ്ദേഹം ആരെ തൊടുന്നു വയസ്സായിട്ടുള്ള ജരബാധിച്ചുള്ള അവരെല്ലാവർക്കും മനഃശാന്തി കിട്ടിയിരുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ശന്തനു, ആ കർമ്മത്തിൻ്റെ വിശേഷം കൊണ്ടാണ് അദ്ദേഹത്തിന് ശന്തനു എന്നുള്ള പേര് ഉണ്ടായതെന്ന് പറയുകയാണ്. സമർത്ഥനായിട്ടുള്ള അദ്ദേഹം ഒരിക്കലേ അങ്ങനെ രാജ്യം ഭരിക്കണ കാലത്ത് 12 വർഷം മഴയൊന്നും പെയ്തില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ആദ്യം രാജ്യം ഭരിച്ചിട്ടുള്ള ഇദ്ദേഹം പരിവേത്തവാണ്. അതായത് ജ്യേഷ്ഠൻ രാജ്യം ഉപേക്ഷിക്കാണ്ട് ഇദ്ദേഹം രാജ്യം സ്വീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇവിടെ മഴ പെയ്യാത്ത ദേവന്മാരെന്ന് മനസ്സിലാക്കിയിട്ട് വേഗം ഉടനെ തന്നെ ആ രാജ്യാധികാരം തൻ്റെ ജ്യേഷ്ഠനെ ഏൽപ്പിച്ചു കൊടുക്കൂ എന്ന് ബ്രാഹ്മണരെ പറഞ്ഞിട്ട് ഉപദേശിക്കപ്പെട്ട രാജാവ് എന്ത് ചെയ്തു? അങ്ങനെ ചെയ്തിട്ട് വേഗം അദ്ദേഹം ജ്യേഷ്ഠൻ്റെ രാജ്യഭാരം കൈമാറി. ഏവമുക്തോ ദ്വിജൈർജ്യേഷ്ഠം ഛന്ദയാമാസ സൗബ്രവീൽ തന്മന്ത്രിപ്രഹിതൈർവിപ്രൈർ വേദാൽ വിഭ്രംസിതോ ഗിരാ
വേദവാദാദിവാദാൻ വൈ തഥാ ദേവോപരിഷഃ ദേവാവിർ യോഗമാസ്ഥായ കലാപഗ്രാമമാശ്രിത ദ്വിജൈ ഏവം ഉക്ത. ഇങ്ങനെ ബ്രാഹ്മണരാൽ ഉപദേശിക്കപ്പെട്ട അദ്ദേഹം ജ്യേഷ്ഠം ഛന്ദയ ജ്യേഷ്ഠന് രാജ്യഭാരം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിച്ചു ജ്യേഷ്ഠനോട്. ആ സമയത്ത് ഈ മന്ത്രിമാരെന്ത് ചെയ്തു? താൻ മന്ത്രിപ്രഹിത അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരാൽ നിയോഗിക്കപ്പെട്ട വേറെ ചില ബ്രാഹ്മണ അവർ വിപ്രൈ ഗിര വേദവാദ അതിവാദൻ മന്ത്രിമാർ വേറെ ബ്രാഹ്മണരോട് കൊണ്ട് ഇദ്ദേഹത്തിന് വാക്കുകളെ ഇതിൽ വേദോക്തങ്ങളായവയൊക്കെ ധിക്കരിക്കുമാറ് വേറെ ചില മന്ത്രങ്ങളൊക്കെ ബ്രാഹ്മണർ ഇദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു ഈ ദേവാഭിക്ക്. അപ്പോൾ ആ ദേവാഭി അങ്ങനെ പറഞ്ഞു തുടങ്ങി. അത് കേട്ട സമയത്ത് വേദമാർഗത്തിൽ നിന്ന് വിഭ്രംശിത, തീരെ ഭ്രംശിക്കപ്പെട്ടവനാണ് എന്ന് ദേവേന്ദ്രൻ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? അവിടെ മഴ പെയ്യുകയും ചെയ്തു. മഴ പെയ്ച്ചു. അത്ഭുതം എന്നാണ് പറയണത്. ദേവാഭി വേഗം താൻ രാജ്യഭാരത്തിന് യോഗ്യനല്ല എന്നുള്ള ഭാവത്തിലല്ലേ ദേവാഭി യോഗവിദ്യയെ അവലംബിച്ച് കലാപഗ്രാമം ആശ്രിത, കലാഗ്രാമത്തെ ആശ്രയിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് എന്നാണ്. സോപവംശേ കലൗ നഷ്ടേ കൃതാദൗ സ്ഥാപയിഷ്യതി ബാഹ്ലൈകൾ സോമുദത്തോപുൽ ഭൂരിശ്രവാസ്തദാ. എന്തിനാണ് അദ്ദേഹം കലാപഗ്രാമത്തിൽ താമസിക്കുന്നത്? അവിടെ കലൗ സോമവംശേ നഷ്ടേ, കലിയുഗത്തിൽ സോമവംശം നശിച്ചാൽ അദ്ദേഹം കൃതയുഗ ആരംഭത്തിൽ വീണ്ടും ആ സോമവംശത്തെ സ്ഥാപയിഷ്യതി, പുനഃസ്ഥാപിക്കും. പിന്നെ ദേവാഭി ശന്തനും ബാഹ്ലികൻ 3 പുത്രന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ പ്രദീപന് ആ മൂന്നാമനായിട്ടുള്ള ബാഹ്ലികളിൽ നിന്ന് സോമദത്തൻ ഉണ്ടായി. ആ സോമദത്തനിൽ നിന്ന് ഭൂരി എന്നും ഭൂരിശ്രവസ് എന്നും ശലൻ എന്നും പേരായ 3 പേരുണ്ടായി എന്നാണ്. അത് ഇതിൽ പറയാൻ കാരണം ശലന്റെ കഥ ഈ ശ്ലോകത്തിൽ പറഞ്ഞ അടുത്ത ഇതിലാണ് പറയുന്നത്. ശലശ്ച ശന്തനോരാസീൽ ഗംഗായം ഭീഷ്മ ആത്മവാൻ സർവധർമ്മവിദം ശ്രേഷ്ഠോ മഹാഭാഗവത കവി. അതശ്ച ഭൂരിശ്രവസ. ഈ 19ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ വാക്കാണ് ശലശ്ച. അങ്ങനെയാണ് ശലൻ കൂടിയിട്ട് ഈ പ്രദീപന്റെ ഇളയപുത്രനായിട്ടുള്ള ബാഹ്ലികന്റെ പുത്രനാണെന്ന് പറഞ്ഞത്. അതിനുശേഷം ശന്തനുവിന് ഗംഗാദേവിയിലെ ആത്മജ്ഞാനി ആയിട്ടുള്ള ഭീഷ്മര് ഉണ്ടായി. അദ്ദേഹം എങ്ങനെയായിരുന്നു? സർവ ധർമ്മങ്ങളും അറിയുന്ന ആളായിരുന്നു. അതിൽ വെച്ച് ശ്രേഷ്ഠനായിരുന്നു, ഭാഗവതോത്തമനുമായിരുന്നു എന്ന് പറയുകയാണ്. എന്ന് മാത്രമല്ല ക്രാന്തദർശി കവിയായിരുന്നു അദ്ദേഹം. വീരയൂഥാഗ്രണീര്യേന രാമോപിയുധി തോഷിത ചന്ദനോർദാശകന്യായം ജജ്ഞേ ചിത്രാംഗദസുത. അദ്ദേഹത്തിൻ്റെ ആ യുദ്ധവൈദഗ്ര്യം കൊണ്ട് വീരന്മാർ യോദ്ധാക്കളായ കണ്ട് പരശുരാമൻ കൂടി സന്തോഷിച്ചു എന്ന് പറയുകയാണ്. പിന്നെയോ ശന്തനുവിന് മുക്കുവ കന്യകയിൽ, അതായത് സത്യവതിയിൽ ചിത്രാംഗതൻ, വിചിത്രവീര്യൻ, ഇങ്ങനെ 2 പേര് പുത്രന്മാരുകൂടി ഉണ്ടായി. വിചിത്രവീര്യാശ്ച അവരജോ നാംനാ ചിത്രാംഗതോഹത യസ്യംബരാചരൽ സാക്ഷാൽ അവതീർണോ ഹരേ കലാ. ഈ വിചിത്രവീര്യൻ എന്നുള്ള ആൾ അനിയൻ 2 പുത്രന്മാർ. അതിൽ മൂത്തവനായിട്ടുള്ള ചിത്രാംഗതനെ, ഒരു ചിത്രാംഗതൻ എന്നുള്ള പേരുള്ള ഒരു ഗന്ധർവൻ തൻ്റെ പേര് അവനും സ്വീകരിച്ചത് കാരണം അവനെ നിഗ്രഹിച്ചു. പിന്നെയോ ആ ദാസകന്യായിട്ടുള്ള സത്യവതിയിൽ തന്നെയാണ് പരാശരപുത്രനായിട്ട് സാക്ഷാൽ ശ്രീഹരി, നമ്മുടെ പിതാവായിട്ടുള്ള കൃഷ്ണദ്വൈപായനൻ എന്നുള്ള പേരോട് കൂടിയിട്ട് യസ്യാം പരാശരൽ സാക്ഷാൽ അവതീർണോ ഹരേ കലാ. വ്യാസഭഗവാൻ അവതരിച്ചത് വേദഗുപ്തോ മുനികൃഷ്ണോ യദോഹം ഇതമധ്യകം ഹിത്വാ സ്വശിഷ്യൻ പൈലാദീൻ ഭഗവാൻ ബാദരായണ മഹ്യം പുത്രായ ശാന്തായ പരം ഗുഹ്യമിദം ജഗൗ വിചിത്രവീര്യോധോവാഹ കാശിരാജസുതേ ബലാൽ സ്വയം വരാൽ ഉപാനീതേ അംബികാംബാലികേ ഉവേ തയോരാസക്ത ഹൃദയോ ഗൃഹീതോ യക്ഷ്മണാമൃത. ആ കൃഷ്ണദ്വൈപായൻ എന്നുള്ള പേരോട് കൂടിയിട്ടാണ്
ഭഗവാന്റെ കലാവതാരായിട്ട് ആ പരാശരന്റെ പുത്രൻ ആ സത്യവതിയിൽ ജനിച്ചത്. അദ്ദേഹം വേദങ്ങളെ 4ആയി വിഭജിച്ചു. അതിൽ നിന്നാണ് വേദവ്യാസൻ എന്നുള്ള പേര് വന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മുടെ ജനനം. ഈ ഭാഗവത സംഹിത എനിക്ക് ഉപദേശിച്ചതും എൻ്റെ അച്ഛനായിട്ടുള്ള അദ്ദേഹം തന്നെയാണ്. പൈലൻ മുതലായവരെയെല്ലാം ഓരോ വേദശാഖകൾ ഉപദേശിച്ചിട്ട് അവരെയൊക്കെ അതിന് ശേഷം ഭഗവാനായിട്ടുള്ള ബാദരായണ മഹർഷി, അതായത് എൻ്റെ അച്ഛനായിട്ടുള്ള വേദവ്യാസ മഹർഷി, ശമതമാദി സമ്പത്തികൾക്കുള്ള പരമഗുഹ്യമായ സ്വഭാവമുള്ള ഈ ഭാഗവതം ഉപദേശിച്ചു എന്ന് പറയാൻ പറ്റില്ല. പുരാണങ്ങളും വേദങ്ങളും ഇതിഹാസങ്ങളൊക്കെ എഴുതിയതിന് ശേഷമാണ് ഈ ഭാഗവതം എന്ന് പറഞ്ഞുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനവും വൈരാഗ്യവും ഇന്ദ്രിയ നിഗ്രഹമൊക്കെ ഉണ്ടാവാനുള്ള മനോനിഗ്രഹമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗവതം രചിച്ച് എനിക്ക് ഉപദേശിച്ചു. പിന്നെ ഈ വിചിത്രവീര്യൻ എന്ത് ചിത്രാംഗതം മരിച്ചു. വിചിത്രവീര്യൻ കാശിരാജാവിൻ്റെ പുത്രിമാരായിട്ടുള്ള അംബിക, അംബാലിക എന്നീ കന്യകമാരെ സ്വയംവരത്തിൽ ബലാത്കാരമായി ഭീഷ്മർ തട്ടിക്കൊണ്ടുവന്ന് അവരെ ഈ വീര്യൻ വിവാഹം കഴിച്ചു. അവരിൽ അത്യാസക്തനായിട്ടുള്ള ആ വിചിത്രവീര്യൻ രാജയക്ഷ്മാവ് എന്നുള്ള രോഗം കൊണ്ട് മരിക്കുകയും ചെയ്തു. ക്ഷേത്രേ പ്രജസ്യ വൈ ഭ്രാതു മാത്രോക്തോ ബാദരായണ ധൃതരാഷ്ട്രം ച പാണ്ഡും ച വിദുരം ചപ്യജീജനൽ. ഇങ്ങനെ വിചിത്രവീര്യൻ മരിച്ച സമയത്ത് മാത്ര ഉക്ത, തൻ്റെ അമ്മയായിട്ടുള്ള സത്യവതിയാൽ നിർദ്ദേശിക്കപ്പെട്ട ബാദരായണ വേദവ്യാസ മഹർഷി സന്താനമില്ലാതെ മരിച്ച ഭ്രാതാവിൻ്റെ ക്ഷേത്രേവൈ പത്നിമാരിൽ ധൃതരാഷ്ട്രനെയും പാണ്ഡുവിനെയും വിദുരം ചാപി വിദുരരെയും അജീജനൽ ജനിപ്പിച്ചു. വിചിത്രവീര്യൻ മരിച്ച സമയത്ത് വംശം അന്യം നിൽക്കാൻ വേണ്ടിയിട്ടാണ് സത്യവതി വേദവ്യാസനെ കൊണ്ട് നിയോഗവിധി പ്രകാരം തൻ്റെ ഭ്രാതാവായിരുന്ന വിചിത്രവീര്യൻ്റെ പത്നിമാരിലെ സന്താനോൽപാദനം ചെയ്യിച്ചത്. കാരണം ഭീഷ്മരുണ്ട് അവിടെ. ഭീഷ്മർ പക്ഷേ നിത്യ ബ്രഹ്മചാരിയാണ് എന്ന് ഈ സത്യവതിയുടെ അച്ഛന് വരം കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ നമുക്കിവിടെ പ്രസക്തിയില്ല, അതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. എങ്ങനെയും ഈ അംബികയിൽ വ്യാസൻ ജനിപ്പിച്ച പുത്രനാണ് ധൃതരാഷ്ട്രൻ, അംബാലികയിൽ പാണ്ഡു. അതുമാതിരി അംബികയുടെ ദാസിയായിട്ടുള്ളൊരു ശൂദ്രസ്ത്രീയിൽ വിതുരനും ജന്മം നൽകി. ഗാന്ധാര്യം ധൃതരാഷ്ട്രസ്യ ജജ്ഞേ പുത്രശതം നൃപ തത്ര ദുര്യോധനോ ജ്യേഷ്ഠോ ദുശ്ശലാചാപി കന്യക ശാപൽ മൈഥുനരുദ്ധസ്യ പാണ്ഡോ കുന്ത്യം മഹാരഥ ജാതാ ധർമാനിലേന്ദ്രേഭ്യോ യുധിഷ്ഠിരമുഖാത്രയ നകുല സഹദേവശ്ച മാദ്ര്യം നാസത്യതശ്രയോ ദ്രൗപദ്യം പഞ്ചഭ്യ പുത്രാസ്തേ പിതരോഭവൻ. ഈ ധൃതരാഷ്ട്രക്ക് ഗാന്ധാരിയിൽ, അതായത് ഗാന്ധാര രാജാവായുള്ള സുബലൻ്റെ പുത്രിയായിട്ടുള്ള ഗാന്ധാരിയിൽ 100 പുത്രന്മാരുണ്ടായി. അവരിൽ ജ്യേഷ്ഠനാണ് ദുര്യോധനൻ. പിന്നെ അവർക്കൊരു മകളും ഉണ്ടായി. ആ മകളുടെ പേരാണ് ദുശ്ശള. ഒരു ശാപത്തിൻ്റെ ഫലമായിട്ട് പത്നി സംഭോഗം വിലക്കപ്പെട്ടുള്ള പാണ്ഡുവിൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള കുന്തിയിൽ ദുർവാസാവിൻ്റെ വരം കാരണം ഉപയോഗിച്ചിട്ട് 3 ദേവന്മാരെ ധർമ്മരാജാവ്, വായുദേവൻ, ഇന്ദ്രൻ, ഇവരിൽ നിന്ന് 3 പുത്രന്മാരുണ്ടായി. യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനാണ് ഇവർ 3 പേര്. മറ്റൊരു ഭാര്യയായിട്ടുള്ള മാദ്രിയിൽ നാസത്യദസ്രന്മാർ, അത് നാസത്യൻ, ദസ്രൻ എന്നു പേരുള്ള അശ്വിനി ദേവകളിൽ നിന്ന് നകുലനും സഹദേവനും ഉണ്ടായി. പിന്നെ അവർ ദ്രൗപദിയെ വിവാഹം കഴിച്ചു. അവരിൽ, അതായത് പാഞ്ചാലിയിലെ അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ പുത്രൻ എന്നുള്ള രീതിയിൽ 5 പുത്രന്മാരുണ്ടായി. അവരാണ് അശ്വത്ഥാമാവിനെ വധിക്കപ്പെടുകയും ചെയ്തു, പിതൃക്കളായി തീരുകയും ചെയ്തു എന്ന് പറയുകയാണ്. യുധിഷ്ഠിരാൽ പ്രതിവിന്ധ്യ ശ്രുതസേനോ മൃഗോദരാൽ അർജുനാൽ ശ്രുതകീർത്തിസ്തു ശതാനീകസ്തു നാകുലി സഹദേവസുതോ സഹദേവസുതോ രാജൻ ശ്രുതകർമ്മ തഥാപരേ യുധിഷ്ഠിരത്തു പൗരവ്യം ദേവകോധ കരുൽക്കച ഭീമസേനാൽ ഹിഡിംബായം കല്യം സർവഗതസ്തത സഹദേവൽ സുഹോത്രം തു വിജയാസൂത പാർവതി കരേണുമത്യം നകുലോ നിരമിത്രം തദാർജുന ഇരാവണമുലൂപ്യം വൈ സുതായം ബഭ്രുവാഹനം മണിപൂരപതേ സോവി തത്പുത്ര പുത്രികാസുത
ഇനി പാഞ്ചാലിയുടെ പുത്രന്മാരെ പറയണു. പാഞ്ചാലിക്ക് 5 പുത്രന്മാരുണ്ടെന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരന് നിന്നാണ് പാഞ്ചാലിക്ക് പ്രതിവിന്ധ്യൻ, ഭീമസേനനിൽ നിന്ന് ശ്രുതസേനൻ, അർജുനന് ശ്രുതകീർത്തി, നകുലന് ശതാനീകൻ, സഹദേവന് ശ്രുതകർമാവ്. ഈ ചിലർ ശ്രുതകീർത്തി എന്ന് പറയും. അങ്ങനെ ഇവരെയാണ് അശ്വത്ഥാമാവ് വധിച്ചത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയണ്ടായി. ഈ യുധിഷ്ഠിരന് പിന്നെ വേറൊരു പത്നിയായിട്ടുള്ള പൗരവിയിലെ ദേവകൻ എന്നൊരു പുത്രനുണ്ടായി. ഭീമസേനന് ഹിഡുംബിയിലെ ഘടോൽക്കജൻ, കാളി എന്നവളിലെ സർവഗതൻ, സഹദേവന് പർവ്വതപുത്രിയായിട്ടുള്ള വിജയയിലെ സുഹോത്രൻ, നകുലന് കരേണുമതി എന്നുള്ള പത്നിയിലെ നരമിത്രൻ, അർജുനന് നാഗകന്യായിട്ടുള്ള ഉലൂബിയിലെ ഇരാവാൻ. അതുമാതിരി മണിപ്പൂര രാജ്യത്തിൻ്റെ മണിപ്പൂർ രാജ്യത്തിൻ്റെ പുത്രിയായിട്ടുള്ള ചിത്രാംഗതയിലെ ബബ്രുവാഹനൻ. ഇങ്ങനെ സന്താനങ്ങളുണ്ടായി എന്ന് പറയുകയാണ്. ഈ ബബ്രുവാഹനെ അദ്ദേഹത്തിൻ്റെ ബബ്രുവാഹൻ്റെ മാതാമഹൻ, അതായത് ഈ ചിത്രാംഗതയുടെ അച്ഛൻ തന്നെ പുത്രികാപുത്രനായിട്ട് സ്വീകരിച്ചു. അതായത് ബബ്രുവാഹനൻ അർജുനൻ്റെ പുത്രനാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടാണ് വളർത്തപ്പെട്ടത്. ഈ മണിപ്പൂർ രാജാവിൻ്റെ പുത്രനായിട്ടാണ് വളർത്തപ്പെട്ടത്. ഈ ഹിഡിംബനെ വധിച്ചു അരക്കിലെത്തുന്ന രക്ഷപ്പെട്ട സമയത്ത് ആ ഹിഡിംബൻ്റെ സഹോദരിയാണ് ഹിഡിംബ അല്ലെങ്കിൽ ഹിഡിംബി എന്ന് പറയുന്നത്. അവളിലാണ് ഭീമസേനുള്ള പുത്രനാണ് ഘടോൽക്കജൻ. ഇനി പറയാണ് തവതാത സുഭദ്രായം അഭിമന്യുരജായത സർവാധിരഥജിൽ വീര ഉത്തരായം തതോ ഭവൻ. അതിനുശേഷം ഇങ്ങനെയാണ് തവതാത അങ്ങയുടെ അച്ഛനായിട്ടുള്ള അഭിമന്യുവിൻ്റെ വിശേഷം എന്താണ്? സർവാധിരഥ ജിൽ, അതായത് യുദ്ധത്തിൽ മഹാവീരന്മാരായിട്ടുള്ള അനവധി അതിരഥന്മാരെ കീഴടക്കിയിട്ടുള്ള വീരനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആ അഭിമന്യു ഉണ്ടായത് എവിടുന്നാണ്? അങ്ങയുടെ അതിൽ മുത്തച്ഛനായിട്ടുള്ള അർജുനനിൽ നിന്ന് സുഭദ്രയിൽ ഉണ്ടായതാണ് ഈ അഭിമന്യു. ആ അഭിമന്യുവിന് ഉത്തരയിൽ ഭവാൻ അന്നും ഉണ്ടായി. പരിച്ഛേദേഷു കുരുഷു ദ്രൗണേർബ്രഹ്മാസ്ത്രതേജസാ ത്വം ച കൃഷ്ണാനുഭാവേന സജീവോ മോചിതോന്തകൽ. ആ കുരുവംശക്കാർ കുരുഷു പരീക്ഷീണേഷു, കുരുക്ക് വംശക്കാരത്തിലെല്ലാവരും വളരെയധികം ക്ഷീണിതരായുള്ള സന്ദർഭത്തിലെ വംശനാശം വരുന്ന സമയത്ത് ദ്രൗണേ ബ്രഹ്മാസ്ത്ര തേജസാം, അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്ര തേജസ് കൊണ്ട് മരിക്കാറായ ത്വം ച അങ്ങും കൃഷ്ണാനുഭാവേന, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാരുണ്യത്താൽ സജീവ, ജീവനോടുകൂടി അന്ധകാൽ മോചിത, ആ അന്ധകനിൽ നിന്ന് മോചിതനായി, അതായത് അങ്ങേ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് സാക്ഷാൽ ഭഗവാനാണ്. ഇനി പരീക്ഷത്തിന്റെ പുത്രന്മാരെ പറ്റി പറയാണ്. തവേമേ തനയാസ്താത ജനമേ ജയപൂർവക ശ്രുതസേനോ ഭീമസേന ഉഗ്രസേനശ്ച വീര്യവൻ. പ്രിയപ്പെട്ടവനായിട്ടുള്ള പരീക്ഷത്തെ താത എന്നാണ് വിളിക്കണത്. ആ ജനമേജയൻ മൂത്തവനായിട്ടുള്ള ശ്രുതസേനൻ, ഭീമസേനൻ, പിന്നെ വീര്യവാനായിട്ടുള്ള ഉഗ്രസേനൻ, ഇങ്ങനെ 4 പുത്രന്മാരാണ് അങ്ങ്. ജനമേജയസ്ത്വാം വിദിത്വാ തക്ഷകാന്നിധനം ഗതം സർപ്പാൻ വൈ സർപ്പയാഗാഗ്നൗ സഹോഷ്യതി രുഷാന്വിതാ. ത്വാം തക്ഷകാൽ നിധനം ഗതം വിദിത്വാ, അങ്ങയെ തക്ഷകനിൽ നിന്ന് മൃത്യു പ്രാപിച്ചു, അതായത് തക്ഷൻ കടിച്ചിട്ട് അങ്ങ് മരിച്ചുപോയി എന്നറിഞ്ഞിട്ട് ജനമേജയവായി, ആ ജനമേജയനാകട്ടെ രുഷാന്വിത, കോപാവേശം പൂണ്ട് സർപ്പങ്ങളെ ഒരു സർപ്പസത്രം നടത്തിയത്. ആ സർപ്പസത്രത്തിലെ അഗ്നിയിൽ ഹോഷ്യതി, ഹോമിക്കും. ഭാവി കഥയാണ് പറയാൻ പോണത്. കാവഷേയം പുരോധായ തുരം തുരകമേധയാ സമന്താൽ പൃഥിവീം സർവാം ജിത്വാ യക്ഷിതി ചാധ്വരൈ. തുരകമേധയാട്ട്, അശ്വമേധം നടത്തുവാനായിട്ട് അദ്ദേഹം, ഈ അങ്ങയുടെ പുത്രനായുള്ള ജനമേജയൻ സമന്താൽ പൃഥ്വി 4 പാടുള്ള രാജ്യങ്ങളെ സർവാൻ ജിത്വ കീഴടക്കിയിട്ട് കാവഷേയം കൗഷന്റെ പുത്രനായിട്ടുള്ള തുരനെ പുരോഹിതനായി വരിച്ച് അധ്വരൈ യജ്ഞങ്ങളാൽ യക്ഷ്യതിച്ച യജിക്കുകയും ചെയ്യും.
തസ്യ പുത്രസ്യ ശതാനീകോ യാജ്ഞവൽക്യത്രയീം പഠൻ അസ്ത്രജ്ഞാനം ക്രിയാജ്ഞാനം ശൗനകാൽ പരമേഷ്യതി സഹസ്രാനീകതൽപുത്ര തതശ്ചൈവാശ്വമേധജ അസീമകൃഷ്ണത്തസ്യാപി നിമിചക്രസ്തുതൽ സുതാ ഗജഹ്വയേ ഹൃദേ നദ്യാ കൗശാംബ്യം സാധുവത്സ്യതി ഉക്തഃ തതഃ ചിത്രരഥ തസ്മാൽ കവിരഥ സുതാ തസ്മശ്ച വൃഷ്ടിമാം തസ്യ സുഷേണോധ മഹീപതി സുനീതസ്തസ്യ ഭവിതാ നൃചക്ഷു യൽ സുഖീനലാ പരിപ്ലവ സുതസ്തസ്മാൽ മേധാവി സുനയാത്മജാ നൃപഞ്ജയസ്തതോ ദൂർവ തിമി തസ്മാൽ ജനിഷ്യതി തിമേർ ബൃഹദ്രഥസ്തസ്മാൽ ശതാനീക സുദാസജ ശതാനീകൽ ദുർദമന തസ്യാപത്യം ബഹീനരാ ദണ്ഡപാണിർ നിമിസ്തസ്യ ക്ഷേമകോ ഭവിതാ നൃപാം ബ്രഹ്മക്ഷത്രസ്യ വൈ പ്രോക്തോ വംശോ ദേവർഷി സൽകൃത. ഇനി ആ ജനമേജയന്റെ പരമ്പരയും കൂടി അങ്ങനെ പറയാണ്. ജനമേജയന്റെ പുത്രനായിട്ടുള്ള ശതാനീകൻ യാജ്ഞവൽക്യ മഹർഷിയിൽ നിന്ന് വേദങ്ങളെല്ലാം ആ 3 വേദങ്ങളും അധ്യയനം ചെയ്ത ശേഷം ആയുധാഭ്യാസ വിദ്യയും അദ്ദേഹത്തിന് പഠിക്കും. ക്രിയാകാണ്ഡവും ശൗനകളിൽ നിന്ന് ഗ്രഹിക്കും. പിന്നെയോ ശതാനീകന്റെ അതായത് ആയുധാഭ്യാസ വിദ്യയും ക്രിയാകാണ്ഡവും ശൗനകരിൽ നിന്നാണ് ഇദ്ദേഹം ഈ ശതാനീകൻ മറ്റേ വേദങ്ങൾ 3 അധ്യയനം ചെയ്യുക യാജ്ഞവൽക്കിൽ നിന്നാണ്. ശതാനീകന്റെ പുത്രപൗത്ര പരമ്പര എങ്ങനെയാണ്? ആ സഹസ്രാനീകനാണ് ശതാനീകന്റെ പുത്രൻ. ആ അദ്ദേഹത്തിന് അശ്വമേധജൻ, പിന്നെ അസീമകൃഷ്ണൻ, പിന്നെ നിമിചക്രൻ, ഇങ്ങനെ ക്രമത്തിലാണ്. ഒരു കാലത്ത് ഈ ഹസ്തിനാപുരം ഗംഗാനദിയിലെ വെള്ളപ്പൊക്കത്തിൽ അങ്ങോട്ട് മുങ്ങിപ്പോവും. ആ സമയത്ത് കൗശാംബിയിലേക്ക് മാറി അവർ അവിടെ സസുഖം വാഴും. ഈ നിമിചക്രന്റെ പരമ്പര ഉക്രൻ, ചിത്രരഥൻ, കവിരഥൻ, വൃഷ്ടിമാൻ, സുഷേണൻ, സുനീതൻ, നൃചക്ഷു, സുഖീനളൻ, പരിപ്ലവൻ, സുനയൻ, ദൂർവൻ, തിമി, ബൃഹദ്രഥൻ, സുദാസൻ, പിന്നെ വേറൊരു ശതാനീകൻ, ദുർദമനൻ, ബഹീനരൻ, ദണ്ഡപാണി, നിമി, ക്ഷേമകൻ, ഇങ്ങനെ വരും. ദേവന്മാരാലും മഹർഷിമാരാലും ഒക്കെ ബ്രഹ്മക്ഷത്രസ്യ വൈ പ്രോക്തോ വംശോ ദേവർഷി ആദരിക്കപ്പെടുന്ന വളരെ ബ്രാഹ്മണരടി ക്ഷേത്രീയായിട്ടുള്ള ക്ഷത്രിയന്മാരുടെയും വലിയൊരു വംശപരമ്പരയാണ് ഇപ്രകാരം എന്ന് പറയുകയാണ്. പിന്നെയോ ക്ഷേമകം പ്രാപ്യ രാജാനം സംസ്ഥം പ്രാപ്സ്യതി വൈ കലൗ അഥാ മാഗധരാജാനോ ഭവിതാരോ വദാമിരേ. ഈ വംശം ക്ഷേമകനെ രാജാവായിട്ട് ലഭിച്ചതിന് ശേഷം പ്രാപ്യ കലൗ വൈ കലിയുഗത്തില് സംസ്ഥാം പ്രാപ്സ്യതി നാശത്തിലേക്ക് ചെന്നെത്തുന്നതാണെന്ന് പറയുക. അങ്ങനെ ആ ക്ഷേമകം വരെയുള്ളൂ ഈ ഇതിലെ ഗുരുവംശം. അതിന് പിന്നെ ഈ മാഗധ വംശത്തിലെ രാജാക്കന്മാർ അവർ ഭവിക്കും. അത് അങ്ങേക്ക് പറഞ്ഞു തരാം. അതിനുശേഷം മാഗധ വംശം ഉണ്ടാവുക, അത് അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറയുകയാണ് ശ്രീ ശിവബ്രഹ്മർഷി. ഭവിതാ സഹദേവസ്യ മാർജാരിർയൽ ശ്രുതശ്രവ തതോയദായു തസ്യാവി നിരമിത്രോദതൽസുത സുനക്ഷത്രാൽ ബൃഹത്സേനോത കർമ്മജിൽ തത സൃതഞ്ജയാൽ വിപ്ര ശുചിസ്തസ്യ ഭവിഷ്യതി ക്ഷേമോത സുവ്രതസ്തസ്മാൽ ധർമ്മസൂത്ര സമസ്തതാം സുനി ദ്യുമത്സേനോത സുമതി സുബലോ ജനിതാ തത സുനീത സത്യജിൽ അധ വിശ്വജിൽ യൽ ഇരിപുഞ്ജയ ബാർഹദ്രതാശ്ച ഭൂപാല ഭാവ്യ സാഹസ്രവത്സരം. ഈ ജരാസന്ധപുത്രനായിട്ടുള്ള സഹദേവന്റെ വംശക്രമമാണ് ഇനി പറയണത്. സഹദേവന്റെ പുത്രനായിട്ട് മാർജാരിക്ക് ശ്രുതശവസ്, അദ്ദേഹത്തിന് ഐതായുസ്, അദ്ദേഹത്തിന് നിരമിത്രൻ, സുനക്ഷത്രൻ, ബൃഹത്സേനൻ, കർമ്മജിത്ത്, സൃതഞ്ജയൻ, വിപ്രൻ, ശുചി, സുമ്രതൻ, ധർമ്മസൂത്രൻ, ശമൻ, ദ്യുമത്സേനൻ, സുമതി, സുബലൻ, സുനീതൻ, സത്യജിത്ത്, വിശ്വജിത്ത്, രിപുഞ്ജയൻ, ഇങ്ങനെ ഓരോരുത്തരുടെ പുത്രന്മാരായിട്ട് വന്നിട്ട് ഇതാണ് ഈ ബൃഹദ്രഥന്റെ വംശഭാഗത്തിലുള്ള മഗധ രാജാക്കന്മാർ. ഇങ്ങനെ 1000 സംവത്സരങ്ങളോളം ഇവരിങ്ങനെ ഭൂപാല ഭാവ്യ സഹസ്രവത്സരം 1000 സംവത്സരങ്ങളോളം അവർ ഈ മാഗധ വംശം നിലനിർത്തുന്നു പറയുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ 22ാധ്യായ
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ മാഗധവംശം പിന്നീടുള്ള ഭാഗം അത് ദ്വാദശ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ കലിയുഗത്തിലെ ഏതൊക്കെ രാജാക്കന്മാരെന്നുള്ളപ്പോൾ ഇവരുടെ വംശത്തിൻ്റെ തുടർച്ച സ്മരിക്കുന്നുണ്ടാവും.